വിച്ചൂസ് വ്ലോഗ്. അപ്പം നമുക്കിന്ന് ബൂരി ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും ചൂടാക്കി എടുക്കണം. ഈ ഒരു കപ്പിനാണ് വെള്ളം എടുത്തതെങ്കിൽ ഇതിന് 2 കപ്പ് പൊടിയാണ് എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ നിങ്ങൾ ഏത് അളവ് കപ്പാണോ വെള്ളം എടുക്കുന്നത് ആ കപ്പിൻ്റെ 2 കപ്പാണ് പൊടി എടുക്കേണ്ടത്. ഇനി വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ പൊടിയെല്ലാം മിക്സ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം എടുത്ത ആ കപ്പിൽ 2 കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിന് ഞാൻ ആട്ടപ്പൊടിയാണ് ഇവിടെ ബൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മൈദ 2 സ്പൂൺ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്ത്. ഇനി 2 സ്പൂൺ റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആകത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അത് നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് ആദ്യം സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കുറേശ്ശെ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിയാൽ പിന്നെ മാവിട്ട് കൊടുത്താൽ അത് ശരിയാകത്തില്ല. അങ്ങനെ 1 കപ്പ് വെള്ളം മാത്രം മതിയാവും ഈ 2 കപ്പ് പൊടിക്ക്. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചൂടുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് കുഴത്തക്ക വിധത്തിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയുടെ അത്രയും നൈസ് ആകണ്ട. അപ്പോൾ അത് ഇച്ചിരി ടഫാകത്തക്ക വിധത്തിൽ നമ്മൾ അത്രയും വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് അഴിഞ്ഞ് കിട്ടും ചെറുതായിട്ട്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലിട്ട് ടഫുമാണ്. നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്നും വലിയാതിരിക്കാനാണ് നമ്മൾ എണ്ണ പുരട്ടി വെക്കുന്നത്. ഇനി നമുക്ക് വെറുതെ ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി നമുക്ക് വലിപ്പം വേണ്ടല്ലോ, അതാണ് ഞാൻ ചെറിയ ബോൾസ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി പരത്താൻ തുടങ്ങാം. എണ്ണ തൂത്തിട്ടാണ് ഒന്ന് പരത്തുന്നത്. ഒത്തിരി കട്ടിയും വേണ്ട, ഒത്തിരി തിന്നും ആവണ്ട. ഇങ്ങനെ ഓരോന്നും പരത്തിയെടുക്കുക. എന്നിട്ട് അധിക നേരം ഇങ്ങനെ പരത്തി നമ്മൾ വെക്കരുത്, ഡ്രൈ ആയി പോവും. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം. ഞാൻ ചെറിയൊരു മാവിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം.
അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഈ മെഷർമെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുക. കറക്റ്റ് ആയിട്ടുള്ള പൂരി വരും. നല്ല കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. കിഴങ്ങ് മസാലയുടെ വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. കാരണം അല്ലെങ്കിൽ വീഡിയോ ഇച്ചിരി ലെങ്തായി പോവും. അതുകൊണ്ടാണ്. താങ്ക് യു.